ഹരിയേട്ടനെ പലപ്പോഴും കാണണമെന്നും ഹരിയേട്ടൻ്റെ അടുത്ത് വരണമെന്നും ഒക്കെ ഒരുപാട് ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പ്രവാസത്തിൽ നമ്മൾ ഈ മണലാരണ്യത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഒരു മനുഷ്യൻ, വലിയ മനുഷ്യൻ, അങ്ങേക്ക് നമസ്കാരം. 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 പിന്നെ ശരിക്കും 1978 ചേട്ടൻ പ്രവാസം തുടങ്ങുന്നത്. ആദ്യത്തെ യാത്ര സൗദിയിലേക്കായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എങ്ങനെയായിരുന്നു ആദ്യമായി സൗദിയിൽ പോകാനുള്ളൊരു സാധ്യത വന്നത്? ഞാൻ ഈ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളതാണ്, എൻ്റെ ജീവിതത്തിലെ അഭിലാഷം എന്ന് പറയുന്നൊരു പോലീസ് ഓഫീസറാകുക എന്നുള്ളത്. അപ്പോൾ അതിനുള്ളൊരു ചുറ്റുപാടുമൊക്കെ എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാരുടെ അന്നത്തെ രാഷ്ട്രീയ ഇൻഫ്ലുവൻസും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഞാനൊരു രാഷ്ട്രീയമായി പൊളിറ്റിക്കലായി ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം മുതൽ എൻ്റെ അച്ഛനാണെങ്കിലും ശരി, എൻ്റെ അപ്പച്ചിയുടെ ഭർത്താവാണെങ്കിലും ശരി, അങ്ങനെ ഒത്തിരിയും ആ രീതിയിലുള്ള ആൾക്കാരുടെ ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത്. അപ്പോൾ എനിക്കൊരു പോലീസ് ഓഫീസറാന്ന് പറയുന്നത് അന്നത്തെ രീതിക്ക് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമായിരുന്നില്ല. അപ്പം പിന്നെ എൻ്റെ ഫിസിക്കുമൊക്കെ അതിന് ഫിറ്റായിരുന്നു. അതുകൊണ്ട് എൻ്റെ മനസ്സിലൊരു ആഗ്രഹം എന്ന് പറയുന്നത് ഒരു പോലീസ് ഓഫീസറായിരുന്നു. അത് എൻ്റെ നാട്ടിൽ ഒരു പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്നു ഒരു അനിരുദ്ധൻ എന്ന് പറഞ്ഞ് ഇപ്പോഴും എനിക്ക് വളരെ ഓർമ്മയുണ്ട് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിനെ കണ്ടിട്ടാണ് ഒരു പോലീസ് ഓഫീസറാണെന്ന ആഗ്രഹം എനിക്ക് വരുന്നത്. റോൾ മോഡൽ എന്ന് പറയാൻ പറ്റില്ലല്ലോ. എൻ്റെ റോൾ മോഡൽ എൻ്റെ അച്ഛനാണ്. റോൾ മോഡൽ സ്ഥാനത്ത് ഞാൻ വേറെ രമിച്ചിട്ടില്ല. അത് ആ പുള്ളിയുടെ സ്റ്റൈലും കാര്യങ്ങളും അയാൾക്ക് കിട്ടുന്ന ഒരു അംഗീകാരമൊക്കെ കണ്ടപ്പോൾ എനിക്ക് തോന്നി നമുക്കും ഇത് വേണമെന്ന്. ഞാനിപ്പോഴും ഒരു നാട്ടുകാരുടെ അടുത്ത് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ അതിനെ സ്വപ്നം കണ്ട ഒരാളാണ്. പക്ഷേ 14 വയസ്സായപ്പോൾ എനിക്കൊരു കാർ ആക്സിഡൻറ്റിൽ എൻ്റെ കാല് രണ്ടായിട്ട് ഒടിഞ്ഞു പോയി. അപ്പോൾ ഒരു ഫിസിക്കലി അൺഫിറ്റായി എന്നെനിക്ക് തോന്നി. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ എൻ്റെ ചിന്താഗതി മാറി. ഞാൻ പിന്നെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിന് പഠിക്കാൻ പോയി. കാർമൽ പോളിടെക്നിക്കിൽ നിന്നാണ് ഡിപ്ലോമ എടുത്തത്. അത് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ നാട്ടിനേക്കാൾ എപ്പോഴും ഇതുപോലുള്ള കാര്യങ്ങൾക്ക് നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് ബാക്ക്ഗ്രൗണ്ടൊക്കെ വെച്ച് നോക്കുമ്പോൾ പ്രവാസം തന്നെയാണെന്ന് തോന്നിയതുകൊണ്ടാണ് ഈ പ്രവാസത്തിലോട്ട് വന്നത്. അങ്ങനെ എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്, എൻ്റെ 3-4 വയസ്സിന് അതിനേക്കാൾ എൽഡറാണ് പുള്ളി. പക്ഷേ എൻ്റെ ഞങ്ങളുടെ നാട്ടിലൊരു MLA KK കുമാരപിള്ള എന്ന് പറയുന്നത് എൻ്റെ കസിനാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത സന്ദർശകരായിരുന്നു ഒരു അബ്ദുൽ ലത്തീഫ് എന്ന് പറയുന്ന ഒരാൾ എൻ്റെ ഒരു സുഹൃത്തായിരുന്നു ആ ലിങ്കിൽ കൂടെ തന്നെ. അപ്പോൾ അദ്ദേഹം സൗദിയിലോട്ട് ആൾക്കാരെ കയറ്റിവിടുന്ന ഒരു ഏജൻറ്റുമായിട്ട് ലിങ്ക് ചെയ്ത് എൻ്റെ നാട്ടിൽ തന്നെ ഒരു മാത്യു ഇൻ്റർനാഷണൽ എന്ന് പറയുന്ന മാത്യു സാറ് എൻ്റെ കെയർ ഓഫിൽ ലത്തീഫ് എന്നെ അവിടെ കൊണ്ടുപോയി എന്നെ സൗദിയിലോട്ട് കയറ്റിവിടുകയായിരുന്നു. അവിടെ നിന്നാണ് എൻ്റെ പ്രവാസം ആരംഭിക്കുന്നത്. സൗദിയിൽ ആദ്യമായിട്ട് ഞാൻ സൗദിയിൽ ആദ്യം ചെന്ന ഒരു ഇലക്ട്രിക്കൽ സൂപ്പർവൈസറായിട്ട് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ് ജോയിൻ ചെയ്തത്. ഞാൻ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ആ പണിയൊന്നും തന്നില്ല. ആദ്യം ചെന്നപ്പോൾ എനിക്ക് കിട്ടുന്ന പണി മൈക്കാട് പണിയായിരുന്നു. അപ്പം സിമെൻറ്റും കല്ലും ഒക്കെ കെട്ടുന്നിടത്ത് ഇത് സിമെൻറ്റ് കുഴച്ചു മേസൺ പണി എനിക്കറിയത്തില്ല. അപ്പോൾ അവരെ അസിസ്റ്റ് ചെയ്യുന്ന പണിയിലാണ് ഞാൻ തുടങ്ങിയത്. അപ്പോൾ അതൊരു അവിടുത്തെ ഒരു ലോക്കൽ ഒരു അൽനാസർ എന്ന് പറയുന്ന ഒരാളിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു. അൽനാസർ കോൺട്രാക്ടിംഗ് എന്നാണ് എൻ്റെ പേര് തന്നെ. അന്ന് എനിക്ക് 20 വയസ്സ് 21 വയസ്സേ ആയിട്ടുള്ളൂ. അപ്പം അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. പിന്നെ അവിടെ നിന്ന് എനിക്ക് ആ പണി ചെയ്യാൻ പറ്റത്തില്ല എന്ന് ഞാൻ ചെന്നപ്പോൾ തന്നെ എനിക്കറിയാം. പിന്നെ ഞാൻ എൻ്റെ കുറേ അടുത്ത സുഹൃത്തുക്കൾ, അവിടെ ഉണ്ടായ ചില ബന്ധങ്ങളും, അതിനടുത്തുണ്ടായിരുന്ന ഒരു റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ട് തോമസ് കുട്ടി എന്ന് പറയുന്ന എൻ്റെ ഒരു അടുത്ത സുഹൃത്തിനെ ഞാൻ അവിടെ വെച്ച് പരിചയപ്പെടുകയും അവൻ്റെ ജീവിതത്തിലെ ഒരു പിന്നെ ഈ പാസ്റ്റവേ 2 months ബിഫോർ അവനായിരുന്നു എന്നെ നാട്ടിൽ അവിടെ ഏറ്റവും കൂടുതൽ സഹായിച്ച ഒരാൾ. അവൻ്റെ റെസ്റ്റോറൻറ്റിൽ ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ട് ഫ്രീ ആയിട്ട്. അപ്പം അദ്ദേഹം ഒരു അറബിക് റെസ്റ്റോറൻറ്റിലെ ആ റെസ്റ്റോറൻറ്റ് നടത്തിക്കൊണ്ടിരുന്നൊരു പയ്യനായിരുന്നു, കൊച്ചു പയ്യൻ എന്നൊരു എൻ്റെ തന്നെ പ്രായമുള്ളൊരു ആളായിരുന്നു അയാൾ. അപ്പോൾ അയാളുടെ കെയർ ഓഫിലാണ് ഞാൻ അവിടെ ഇങ്ങനെ കഴിഞ്ഞ് കൂടി. ഒരു 5-6 മാസം കൊണ്ട് ഞാൻ അവിടെ നിന്ന് റിലീസ് വാങ്ങി ഞാൻ സീമെൻസിൽ ജോയിൻ ചെയ്തു. അപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഈ 40 പേരാണ് ഞങ്ങളൊരു ബാച്ച് ഇവിടുന്ന് പോയത്. ആ 40 പേരെ ഞാൻ ഇവിടെ നിന്ന് റിലീസ് ചെയ്യിച്ചിട്ട് ആ കമ്പനി പൂട്ടിപ്പോയി. അങ്ങനെ ഒരു സ്ട്രോങ് ആയിട്ടുള്ള കമ്പനിയൊന്നും ആയിരുന്നില്ല. അപ്പോൾ ഞാൻ എൻ്റെ സാലറി വാങ്ങിച്ച് ഞാൻ ഓരോരുത്തരും അതിൽ കാശ് കൊടുത്ത് അവിടെ നിന്ന് റിലീസ് ചെയ്തിട്ട് ഞങ്ങളെല്ലാവരും ആ കമ്പനിയിൽ നിന്ന് പുറത്ത് പോയി. അങ്ങനെ ഞാൻ ആ സീമെൻസ് പോയപ്പോൾ എനിക്ക് നല്ല ഹൈ സാലറി ആയിരുന്നു. അപ്പോൾ എൻ്റെ കയ്യിലുള്ള ഇവരെയൊക്കെ സഹായിക്കാനുള്ളൊരു ചുറ്റുപാടും കാര്യമൊക്കെ ഉണ്ട്. അതൊക്കെ കൊണ്ട് ഞാനിങ്ങനെ അവരെല്ലാവരും എൻ്റെ നാട്ടുകാർ പിള്ളേരും എന്നെ ഒത്തിരി പേരുണ്ടായിരുന്നു. അപ്പോൾ അവരെയൊക്കെ ഞാൻ അവിടെ നിന്ന് റിലീസ് കൊടുത്ത് ഈ അറബിക്ക് കാശ് കൊടുത്ത് ഞങ്ങളിങ്ങനെ പുറത്ത് ചാടി എല്ലാവരും. അവിടെ നിന്ന് പോയവരെല്ലാവരും രക്ഷപ്പെട്ടു. അങ്ങനെ ഞാൻ ആ സീമെൻസിൽ ഒരു 6-7 മാസം ജോലി ചെയ്തുള്ളൂ. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അലുമിനിയം ഫീൽഡിൽ അലീക്കോ എന്ന് പറയുന്നൊരു കമ്പനിയോടെ 1976 സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയുണ്ട്, ഇൻഡസ്ട്രിയൽ ഏരിയ നമ്പർ 1 ദമാമിൽ. ആ കമ്പനി ഇങ്ങനെ കേട്ടിട്ട് ഞാൻ അവിടെ പോയി. എൻ്റെ അവിടെ വെച്ച് തന്നെ കണ്ടു പരിചയപ്പെട്ട ഒരു കമാലുദ്ദീൻ തങ്ങൾ എന്ന് പറയുന്ന ഒരു കലമ്പന സ്വദേശിയുണ്ട്, അദ്ദേഹം ഈസൽസൺ നോമർ. അദ്ദേഹത്തിൻ്റെ റെക്കമെൻഡേഷൻ ഞാനവിടെ നോർമൽ ഹെൽപ്പറായിട്ട് ജോലി കയറിയതാണ്. ഒരു പാക്കറിങ് പൊസിഷനിലോട്ട് ഞാൻ ജോലി കയറുന്നത്. അപ്പോൾ എനിക്കൊരു കിട്ടിക്കൊണ്ട് സാലറി തമ്മിൽ ഒരു 16,000 ദിവസത്തിൻ്റെ വ്യത്യാസം വന്നുണ്ട്. അത് റിയാലാണ്, ദിരംസ് അല്ല. അപ്പോൾ ആൾക്കാരൊക്കെ എന്നോട് ചോദിച്ചു അത്രയും നല്ലൊരു ജോലിയും കളഞ്ഞിട്ട് എന്തിനാണ് ഇങ്ങോട്ട് വരുന്നതെന്നുള്ളത്. ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നു എൻ്റെ ഫീൽഡ് തന്നെ ഒത്തിരിയും ഭാവിയിൽ ഫ്യൂച്ചറുള്ളൊരു സാധനമാണ് ഈ അലുമിനിയം. അല്ല, അന്നേ ചേട്ടൻ അതിൻ്റെ ഒരു ഇത് തോട്ടുണ്ടായിരുന്നു, നമുക്ക് ഇതൊരു ലോങ് റിലേഷൻ വരാവുന്നൊരു ഓഫ് കോഴ്സ്. കാര്യം അലുമിനിയത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിടത്തോളം പിന്നെ അവിടെ ഇരിക്കുന്ന കുറേ ആൾക്കാർ ജോലി ചെയ്യുന്ന ആൾക്കാരോടൊക്കെ എനിക്ക് ബന്ധമായി ഈ കയറുന്നതിന് മുമ്പ് തന്നെ. അങ്ങനെയാണ് എനിക്കവിടെ കയറാൻ പറ്റിയത്.
അപ്പം ഞാൻ ഈ സീമെൻസിലോട്ടിരിക്കുന്നപ്പോൾ തന്നെ ഞങ്ങൾ ഒത്തിരിയും ഇലക്ട്രിക്കൽ കോമ്പണൻസ് ഇതിനകത്ത് ഇൻവോൾവ് ആണ്. ബസ് പാർട്സുകൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ അലുമിനിയത്തിൻ്റെയാണ്. അപ്പോഴാണ് അലുമിനിയം കൊണ്ട് ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നുള്ള ഒരു തിരിച്ചറിവ് എനിക്കുണ്ടായത്. അപ്പോഴാണ് ഇങ്ങനെ ഒരു പുതിയ അലുമിനിയം കമ്പനി, അത് സ്വിറ്റ്സർലൻഡ് ബേസ്ഡ് കമ്പനിയായിരുന്നു. അലൂസിസ് എന്ന് പറയുന്ന ഒരു ഇൻ്റർനാഷണൽ അലുമിനിയം കോർപ്പറേഷൻ്റെ കീഴിൽ അവിടെ ഒരു ലോക്കൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. അപ്പം ഷെയ്ഖ് ഹാഷിം എന്ന് പറയുന്ന അവിടുത്തെ എയർഫോഴ്സ് ടോപ്പിലിരുന്ന അദ്ദേഹത്തിൻ്റെ കമ്പനിയായിരുന്നു ഇത്. അങ്ങനെയാണ് ഞാൻ ഈ അലുമിനിയത്തിൽ കയറുന്നത്. അപ്പോൾ അവിടെ ഞാൻ ചെല്ലുന്ന കാലഘട്ടത്തിൽ തന്നെ ഈ അലുമിനിയത്തിൻ്റെ വിൻഡോസും ഡോഴ്സും ഒക്കെ നമുക്ക് കാണാനുണ്ട്. നമ്മുടെ പല ഫ്ലാറ്റുകളിലൊക്കെ താമസിച്ചിടത്തൊക്കെ ഈ വിൻഡോസും ഡോഴ്സും ഒക്കെ അലുമിനിയാണ്. നമ്മുടെ നാട്ടിലൊന്നും വന്നിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതൊരു, ഇപ്പോൾ എപ്പോഴാണ് നമ്മുടെ നാട്ടിലത്തെ ഇപ്പോഴത്തെ ഈ തടിയുടെയും സ്റ്റീലിൻ്റെയൊക്കെ നേച്ചറൊക്കെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് അലുമിനിയം തീർച്ചയായിട്ടും ഇതിനെ ഒരു സ്റ്റീലിൻ്റെ ഒരു കോമ്പറ്റീറ്ററാണ് അല്ലെങ്കിൽ തടിയുടെ ഒരു കോമ്പറ്റീറ്ററാണെന്നൊരു തോന്നുന്നത് എനിക്ക് മനസ്സിൽ തോന്നിയൊരു ഐഡിയയാണ്. പിന്നെ എൻ്റെ മൊത്തം ജീവിതത്തിൻ്റെ ചിന്താഗതികൾ മാറി. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്തു. അപ്പം എന്നോട് ചോദിച്ചപ്പോൾ ആൾക്കാർ ചോദിച്ചു, എന്താ നീ ഇവിടെ ഒന്ന് ജോയിൻ ചെയ്ത് ഇത്രയും കാശ് കിട്ടും? അപ്പോൾ എന്നെ റിക്രൂട്ട് ചെയ്ത ആളിന് പോലും, ഇൻ്റർവ്യൂ ചെയ്ത ആൾ പോലും എൻ്റെ പേ സ്ലിപ്പ് കണ്ടപ്പോൾ പറഞ്ഞു, എനിക്ക് പോലും ഇത്രയും കാശ് 2 മാസം കൂട്ടിയിൽ കിട്ടുള്ളൂ, നീ ഇതെങ്ങനെയാണ്? ഞാൻ പറഞ്ഞു, അത് സാറെ മേടിക്കണ്ട, എന്നെ ഒന്ന് കയറ്റി വിട്ടാൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. എനിക്ക് ഇതിനകത്ത് ഒത്തിരി വിശ്വാസം തോന്നുന്നു. അങ്ങനെയാണ് എൻ്റെ മനസ്സിൽ തോന്നിയ ഒരു ഈശ്വരാധീനം എന്നെ പറയാനുള്ള വേറെ ഒന്നും പറയാനില്ല. ഇതെല്ലാം നമ്മുടെ മനസ്സിൽ തോന്നിക്കുന്നത് ദൈവം നമ്മളെ തോന്നിപ്പിക്കുന്നതാണ്. തീർച്ചയായും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ എന്നെ ഇപ്പോഴും കാണുന്നത്. അല്ലെങ്കിൽ അതിന് പ്രത്യേകിച്ച് റീസണൊക്കെ ചോദിച്ചാൽ ഇത്ര അലുമിനിയത്തിനെ സ്നേഹിക്കേണ്ട കാര്യമെന്ന് ചോദിച്ചാൽ അന്നത്തെ സിറ്റുവേഷനിൽ എനിക്ക് പറയാനറിയത്തില്ല. പക്ഷേ ഇന്ന് എനിക്കറിയാൻ പറ്റും ഞാൻ അലുമിനിയത്തെ എന്തുമാത്രം സ്നേഹിക്കുന്നു, അതുകൊണ്ട് എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനകത്ത് എന്തെല്ലാം ഞാൻ പഠിച്ചു, അതെങ്ങനെയൊക്കെ എനിക്ക് വളയ്ക്കാനറിയാം, ഒടിക്കാനറിയാം എന്നൊക്കെ എനിക്കറിയാം ഇപ്പോൾ. അപ്പോൾ അതിനെ വെച്ചിട്ടാണ് ഞാനിപ്പോൾ ജീവിച്ചു പോകുന്നത്. ഇപ്പം എൻ്റെ ജീവിതത്തിൻ്റെ, എൻ്റെ കുടുംബത്തെ പോലൊരു ഭാഗമാണ്, എൻ്റെ മാതാപിതാക്കളെ പോലും ഭാഗമാണ് ഈ അലുമിനിയം എൻ്റെ ജീവിതത്തിൽ. അപ്പം അത്രയും ഞാൻ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലോഹമാണ് അലുമിനിയം. ആ അലുമിനിയത്തിലാണ് ഞാൻ നിലനിൽക്കുന്നത്. അതൊരു നല്ല തുടക്കമായിട്ട് എനിക്ക് ഇപ്പോഴും തോന്നുന്നുണ്ട്. അന്നത്തെ ഒരു നഷ്ടങ്ങളൊന്നും, അല്ലെങ്കിൽ ഞാനവിടെ ഒരു 3 വർഷത്തോളം എടുത്തു ഞാൻ അവിടെ നിന്ന് ഒരു എൻ്റെ ശരിയായ ബേസ് ഉണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ എനിക്കൊരു ഗുണമുണ്ടായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഞാനവിടെ ജോയിൻ ചെയ്യുമ്പോൾ ഉണ്ടായിരുന്ന, ഞാനവിടെ ചെന്നത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് പൊസിഷനിൽ വന്നതാണെന്നൊക്കെ ഒരു ന്യൂസ് അവിടെ സ്പ്രെഡായി. പിന്നെ ഞാൻ മറ്റുള്ളവരുടെ മുമ്പിൽ നിന്ന് ഒരു വ്യത്യസ്തനായിട്ട് അവർക്ക് തോന്നി. ഈ നോർമൽ ലേബർ കാറ്റഗറിയിലൊക്കെ വരുന്ന ആൾക്കാരുടെ കൂടെ നമ്മളൊന്ന് ജോലി ചെയ്യുമ്പോൾ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യും. അപ്പം അവിടെ ഇരിക്കുന്ന മലയാളി സുഹൃത്തുക്കൾ, ഒരു നമ്പ്യാർ, ഒരു എ.ഡി. നമ്പ്യാരുണ്ട്, ഒരു ജോർജ് അച്ചാനുണ്ട്, പിന്നെ അങ്ങനെ കുറേ ആൾക്കാർ, പഞ്ചോലി എന്ന് പറയുന്നത് എന്നെ റിക്രൂട്ട് ചെയ്തൊരു ഗുജറാത്തി, DS പഞ്ചുലാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹത്തിന് എനിക്ക് ഒരു കാലത്ത് മറക്കാൻ പറ്റും. ത്വരരാജുണ്ട്, ഒരു ശങ്കരനാചാര്യുണ്ട്, ഇങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ ബൂസ്റ്റ് ചെയ്യാനുണ്ടായിരുന്നു. അപ്പം നമ്മൾ അവരുടെ കൂട്ടത്തിൽ ചേർന്നു. ഇൻസ്റ്റെഡ് ഓഫ് നമ്മുടെ ലെവലിലുള്ള ആൾക്കാരുടെ കൂടെ ചിലവഴിക്കുന്നതിനേക്കാൾ കൂടുതൽ എന്നേക്കാൾ ഒരു ലെവലിൽ മേളിലുള്ള ആൾക്കാരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പായി അവരെന്നെ കൺസിഡർ ചെയ്യാൻ തുടങ്ങി. അവരെന്നെ അവരുടെ ഡിപ്പാർട്ട്മെൻറ്റ് ട്രെയിൻ ചെയ്യിക്കാൻ തുടങ്ങി. ഈ ഹോളിഡേയ്സിലേക്ക് വരുമ്പോൾ മെയിൻ്റനൻസിലൊക്കെ എന്നെ കൊണ്ട് നിർത്തി പണി ചെയ്യിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്ന് വളർന്നു. അപ്പോൾ എൻ്റെ ലെവലിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഞാനൊരു എന്നിൽ അവർക്ക് അസൂയായി. കാര്യം ഞാൻ ഇത്ര പെട്ടെന്ന് എൻ്റെ മേളിലുള്ള ലെവലിലുള്ള ആൾക്കാരോട് ഡീൽ ചെയ്യാൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഐ ആം സംതിങ് സ്പെഷ്യൽ അവിടെ. പിന്നെ ഞാനങ്ങ് വളർന്നു. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ 22 കൊല്ലം ഞാൻ ആ കമ്പനി ജോലി ചെയ്തു. അപ്പം 78 to 2000. ആ 22 കൊല്ലം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ഞാൻ അവിടുത്തെ ക്വാളിറ്റി കൺട്രോൾ ചീഫ് മാനേജറായിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ ഒരേ കമ്പനിയിൽ 22 ഞാൻ ജോലി ചെയ്തത്. ആ കമ്പനിയൊന്നും ഒരു കാലത്തും എനിക്ക് വിട്ടുപോകാൻ പറ്റുമെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല. പിന്നെ അവിടെ കുറേ ലോക്കൽസ് വന്ന് ഇൻവോൾവ് ആയി. എൻ്റെ കൂടെ ഇരുന്ന് എനിക്ക് തന്നൊരു ട്രെയിനി അവൻ്റെ ജനറൽ മാനേജറായി. പിന്നെ അവൻ്റെ കുറേ ആറ്റിറ്റ്യൂഡൊക്കെ പിന്നെ നമ്മൾ കാണാൻ തുടങ്ങിയപ്പോൾ ഞാൻ തന്നെ ഇറങ്ങിപ്പോരുമായിരുന്നു. ഇനി പറ്റില്ല എന്നുള്ള രീതിയിൽ ഞാൻ അവിടെ നിന്ന് വിട്ടുപോരുമായിരുന്നു. അവിടുന്ന് വിട്ടുപോയി ഞാൻ നാട്ടിൽ പോകാൻ വേണ്ടി പോയതാണ്. നാട്ടിൽ പോയിട്ട് ഫാമിലിയൊക്കെ അവിടെ സെറ്റിൽ ചെയ്തു. കുട്ടികളെയൊക്കെ നാട്ടിൽ പഠിപ്പിക്കാൻ തുടങ്ങി. രണ്ടാമത്തെ മോൾക്ക് അന്ന് അവൾ 1ാം ക്ലാസ്സിൽ ചേർത്തു. മൂത്ത മോള് 6th ചേർത്തു. അങ്ങനെ സെൻറ്റ് തോമസിൽ ട്രിവാൻഡ്രത്ത് ഞാൻ അവിടെ വീടൊക്കെ വെച്ച് അവിടെ സെറ്റിലാകാൻ വേണ്ടി എല്ലാം വിട്ടു. ഫാമിലിയെ നാട്ടിൽ വിട്ടു. അവരെയൊക്കെ അവിടെ സെറ്റിലാക്കി ഞാൻ തിരിച്ച് വീണ്ടും സൗദി വരുമ്പോഴത്തേക്ക് ഒരു ചെറിയ ക്ലാഷിൽ ഞാനും എൻ്റെ ജീവമായിട്ടൊരു ക്ലാഷിൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ എന്നൊക്കെ ഒത്തിരി കാളുകൾ വന്നു. അവിടെ നിന്നൊക്കെ ഇവിടെ ജോയിൻ ചെയ്യുക, അവിടെ ജോയിൻ ചെയ്യുക. അങ്ങനെ ഇവിടെ ഈ എമിറേറ്റ്സ് എക്സ്പ്രസ് എന്ന് പറയുന്ന അജ്മാലിൻ്റെ ഒരു കമ്പനിയിൽ അവിടെ ഈ ISO സർട്ടിഫിക്കേഷൻ ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. അപ്പോൾ 3 മാസത്തെ കണ്ടീഷൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ISO സർട്ടിഫിക്കേഷനൊക്കെ 1.5 മാസം കൊണ്ട് നമ്മൾ നേടിയെടുത്തു. അപ്പോൾ പുള്ളി ഒരു 2 കൊല്ലമായിട്ട് ISO കിട്ടാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അദ്ദേഹം അലീഷ് അലി എന്ന് പറയുന്ന ഇവിടുത്തെ പോലീസ് ചീഫായിരുന്നു ഷാർജയിലെ. അദ്ദേഹത്തിൻ്റെ കമ്പനിയായിരുന്നു. ഞാനും ഇവിടെ വന്നതിന് ശേഷം ഞാനും അദ്ദേഹമായിട്ടും വളരെ ക്ലോസ് ആയി. അപ്പം ഞാൻ ഇത്ര പെട്ടെന്ന് ISO ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞു, നീ പോകണ്ട, ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ ഈ സാലറിക്കൊന്നും നിന്നാൽ പറ്റത്തില്ല, കാര്യം ഇതൊരു കാര്യമില്ല, നാട്ടിൽ പോയിട്ടൊന്ന് ക്ലിച്ച് ചെയ്യട്ടെന്ന് പറഞ്ഞു. പുള്ളി എന്നെ സമ്മതിച്ചില്ല. അങ്ങനെ പുള്ളി എന്നെ അവിടുത്തെ പ്രൊഡക്ഷൻ മാനേജറെന്ന് പറഞ്ഞ് ഞാൻ പിടിച്ച് നിർത്തി. ആ കമ്പനി ഞാനൊരു 6 കൊല്ലം ജോലി ചെയ്തു അജ്മാലിൽ. അതിനിടയിൽ 2-3 സംഭവങ്ങളൊക്കെ അവിടെ നടന്നു. അത് ദുബായ് ഇൻവെസ്റ്റ്മെൻറ്റ് ടേക്ക് ഓവർ ചെയ്തു. അതിനാൽ ഞാൻ സൗദിയിൽ നിന്ന് ഒരു എൻ്റെ പാർട്ട്ണറായി. അങ്ങനെ കുറേ സംഭവവികാസങ്ങളൊക്കെ അവിടെ നിന്നുണ്ടായി. അവിടുന്ന് 6 വർഷം കഴിഞ്ഞപ്പം എനിക്ക് തോന്നി ഈ കമ്പനിക്ക് ഗ്രോത്ത് ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ അതൊരു
ഒരു ബോർഡിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്നൊരു കമ്പനിയാണ്. എൻ്റെ കോൺസെപ്റ്റ് വെച്ചിട്ട് ഐ എം എ ഡിസിഷൻ മേക്കർ, ഐ എം എ ഫാസ്റ്റ് ഡിസിഷൻ മേക്കർ. എനിക്ക് ഈ പ്രോജക്ട്സ് റിപ്പോർട്ടൊക്കെ ഉണ്ടാക്കി അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ എങ്ങനെയാണ് നമ്മുടെ ഒരു ബോർഡിന് മുമ്പ് വരുന്നത് കൺവിൻസ് ചെയ്ത് 10 പേരെ നമ്മൾ കൺവിൻസ് ചെയ്തിട്ട് ഒരു അപ്രൂവൽ വാങ്ങിച്ചുകൊണ്ട് വന്ന് നമ്മൾ വേറൊരു സ്ഥാപനം തുടങ്ങാമെന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ കമ്പനി തന്നെ അതിനൊരു വെർട്ടിക്കൽ ഗ്രോത്തിന് ശ്രമിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല. ക്വിക്കായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റണം. I have to take a decision fast. I have to take my own decision. It is my responsibility to bring it back to the profitability. അതാണ് എൻ്റെ ഒരു അതിൻ്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രൊഡക്ഷനിലോട്ട് തന്നെ എത്തിക്കുകയും അതിൻ്റെ പ്രോഫിറ്റിലോട്ടൊക്കെ എത്തിക്കുകയും അതിൻ്റെ നമ്മൾ കമ്മിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് അതിൻ്റെ പേ ബാക്ക് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് നമ്മുടെ പോളിസി. അപ്പോൾ അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എനിക്ക് തോന്നി. അപ്പം അങ്ങനെ ഞാൻ ഒരു 5-6 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ ഒരു ഗ്രോത്ത് ഉണ്ടാവും. ഞാൻ കയറുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 100 ടണ്ണിൻ്റെ പ്രൊഡക്ഷനാണ് ഒരു മാസം. അങ്ങനെ ഞാൻ ഈ 6 വർഷം കൊണ്ട് 1000-1200 ടണ്ണിലോട്ട് കൊണ്ടുവന്നു. ആൻഡ് വി ആർ ഹാവിങ് സോ മച്ച് ഓഫ് ക്യാഷ് ആൾസോ. അപ്പോൾ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു. എനിക്ക് വളരെയധികം ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ ഒന്നും ഉണ്ടായിരുന്നു. ഈ കമ്പനിക്ക് വലിയ പേരൊന്നും ഇല്ലായിരുന്നു. ഇതുവരെ വെരി ലോ പ്രൊഫൈൽ ഓടിക്കൊണ്ടിരുന്ന കമ്പനിയാണ്. അപ്പോൾ അതിനെ ഞാൻ ബൂസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതിനെ എൻ്റെ പീക്കിലെത്തിച്ചു. അതും കുറേ ഡിസിഷൻസൊക്കെ എൻ്റേതായ ഡിസിഷൻസ് ഞാൻ അവരോടൊക്കെ ചോദിക്കാതെ എടുത്തു. അതിൻ്റേതായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് പലയിടത്തൊക്കെ ഉണ്ടായി. അങ്ങനെ ഞാൻ വലിയശ്ശേരിയോട്ടൊക്കെ മാനസികമായിട്ട് പുള്ളി പറഞ്ഞ് കേട്ടില്ല എന്നൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞു അത് സാറിൻ്റെ നന്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു 6 കൊല്ലം മുമ്പ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്നത് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ്. അത് വേറൊരു കമ്പനി എന്നെ ഓഫർ ചെയ്തിട്ട് എന്നെ വിളിച്ചിറക്കിയതാണ് അവിടെ. അതിൻ്റെ ഒരു അറേബ്യൻ എക്സ്ക്ലൂഷൻ എന്ന് പറയുമ്പോൾ ഒരു കമ്പനിയുടെ ഓണർ എന്നെ വിളിച്ചിറക്കിക്കൊണ്ട് പോയത് അവിടുന്ന്. അപ്പോൾ ഞാൻ പറയുകയും ചെയ്തു ഞാൻ ഇവിടുന്ന് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞതാണ്. വിളിച്ചിറക്കിക്കൊണ്ട് പോയിട്ട് അവസാനം പുള്ളി എന്നെ ഭരിച്ചു. അങ്ങനെ നമ്മളത് അവിടുന്ന് വിട്ടിട്ട് അവരെന്നെ എടുത്തില്ല. പിന്നെ ഇങ്ങനെ ഒരു വല്ലാത്തൊരു ഡയലമി നിൽക്കുന്ന സമയമാണ്. അപ്പോൾ എൻ്റെ മൂത്ത മോള് 12ാം ക്ലാസ് പഠിക്കുന്നു. അവളെ ഇവിടുന്ന് തിരിച്ച് നാട്ടിൽ വിടാൻ പറ്റൊരവസ്ഥയാണ് ഈ 12 കഴിയാതെ. അങ്ങനെ ഞാനിപ്പോൾ എൻ്റെ പഠനമായിട്ടുള്ള ഈ നഷദ് ഫർഹാൻ സഹാനി എന്ന് പറയുന്ന ഈ അൽഹമദ് കോൺട്രാക്റ്റിൻ്റെ ചെയർമാനെ ഞാൻ പോയി കണ്ടു. അത് എന്നെ പുള്ളിയെ കൊണ്ട് പരിചയപ്പെടുത്തു. ഉബൈദ് അൽ സലാം എന്ന് പറഞ്ഞ എൻ്റെ ജീവിതത്തിൽ എന്നെ ഏറ്റവും അധികം പ്രൊട്ടക്റ്റ് ചെയ്തിട്ടുള്ള ഏതെൻ്റെ പ്രശ്നങ്ങൾ വരുമ്പോഴും എന്നെ സഹായിച്ചിട്ടുള്ളൊരു ലോക്കൽ പിന്നെ ഷാർജ ലോക്കലാണ്. അദ്ദേഹം ദുബൈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിയൽ എസ്റ്റേറ്റ് ഡയറക്ടറാണ്. അദ്ദേഹം എൻ്റെ പാർട്ട് ടൈം ഈ എമിറേറ്റ്സ് എക്സ്ക്ലൂഷനിലെ ജനറൽ മാനേജറായിരുന്നു. ഈവനിങ്ങിൽ പുള്ളി അവിടെ വന്ന് ഞങ്ങളെയൊക്കെ സഹായിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ വന്ന കാലം മുതൽ എനിക്ക് അദ്ദേഹത്തിനുള്ള ബന്ധമാണ്. ആ ബന്ധം വെച്ച് പുള്ളി ഇദ്ദേഹമായിട്ട് ഞങ്ങളെ ടൈപ്പ് ചെയ്താണ് ഞാൻ ഈ എലൈറ്റ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഇരിക്കുന്ന കമ്പനി ഞാനന്ന് ഒരു ലീസ് കോൺട്രാക്റ്റിൽ നമ്മുടെ ഒരു ക്ലാസിക് എക്സ്ക്ലൂഷൻ എന്ന് പറഞ്ഞ ഈ കമ്പനി ഇവിടെ ഞാനിതൊരു 5 വർഷത്തെ ലീസ് പറഞ്ഞെടുത്തിട്ട് ഇവിടുന്നാണ് നമ്മുടെ ഈ യാത്ര തുടങ്ങുന്നത്. അത് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഈ കമ്പനി ആദ്യത്തെ ഇത് ഒരു 3 കൊല്ലം നടത്തിയിട്ട് ഒരു ഇന്ത്യൻ മൈനാണ്. ദാറ്റ് ഈസ് ഇൻ 2006 ആക്ച്വലി. 2006 ഞാൻ പ്രൊഡക്ഷൻ തുടങ്ങി. 2005 ഡിസംബറൊക്കെ ആയപ്പോൾ ഞാൻ അദ്ദേഹത്തിന് നെഗോഷിയേറ്റ് തുടങ്ങി. അപ്പം അദ്ദേഹത്തിൻ്റെ കൃപകളാണ് ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കുന്നത്. അപ്പോൾ ഇതേ ഓഫീസാണ് അദ്ദേഹം ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ദേവി ഈസ് നോ മോർ. ഷബീർ ഷെയ്ഖ് എന്ന് പറയുന്നൊരു പിന്നെ മഹാരാഷ്ട്രീയനാണ്. അപ്പോൾ അദ്ദേഹം ഈ കമ്പനി തുടങ്ങിയത് അദ്ദേഹത്തിന് വേറെ ക്ലാസിക് മെറ്റാലിക്സ് പറഞ്ഞ കുറേ അധികം ഓർഗനൈസേഷൻ ഉള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ ആരാണ്ടോ മിസ്ഗൈഡ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു ഇൻഡസ്ട്രിയിലോട്ട് പുള്ളി വരുന്നത്. പക്ഷേ ആ ഇൻഡസ്ട്രി പുള്ളിക്ക് നടത്തിക്കൊണ്ടുപോകാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ അറിഞ്ഞു കേട്ട് ഞാൻ ഇദ്ദേഹത്തെ ഇവിടെ നിന്ന് കണ്ടു. ഞാൻ പറഞ്ഞു ഷബീർ ഭായി എനിക്ക് ഈ കമ്പനി ഇതാ, ഞാൻ നിങ്ങൾക്ക് എന്താണെന്ന് വെച്ചാൽ 1 വർഷം തരാം. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ഇന്നാൻ്റോട്ട് അറിയുന്നതാണ്. പുള്ളി പറഞ്ഞു എന്നെ പുള്ളിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് നമ്മൾ ഇൻട്രാക്ട് ചെയ്യേണ്ട സിറ്റുവേഷൻ വന്നിട്ടില്ലായിരിക്കും. പക്ഷേ അലുമിനിയം ഫീൽഡ് ഒരുമാതിരിപ്പെട്ടവർക്ക് എന്നെ അറിയാം. അപ്പം ഷബീർ ഭായി അതിനകത്ത് മനപ്രയാസമൊന്നും വിചാരിക്കേണ്ട, ഞാൻ ഒരിക്കലും അങ്ങനെ നഷ്ടമൊന്നും ഉണ്ടാക്കില്ല. അങ്ങേക്ക് എന്താണ് 1 വർഷം വേണമെന്ന് വെച്ചാൽ പറയുമോ, അത് ഞാൻ ഇവിടെ എത്തിച്ചോളാം. എന്നിട്ട് ഈ കമ്പനി എനിക്ക് വിട്ടതാണ്, ഞാനത് നടത്തിക്കൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം ഞാനൊരു 2-3 മാസം ഞാനിവിടെ കയറി ഇറങ്ങിയിട്ടാണ് അദ്ദേഹത്തിനെ കൺവിൻസ് ചെയ്യുന്നത്. കാര്യം അദ്ദേഹത്തിൻ്റെ മോനെ പോലെ ഉണ്ടായിക്കൊണ്ടൊരു കമ്പനിയാണ്. അദ്ദേഹം കുറേ അധികം നഷ്ടം ഇതിനകത്തുണ്ടാക്കി. അദ്ദേഹത്തിൻ്റെ 2 ആൺപിള്ളേരായിരുന്നു. അവർ നല്ല രീതിയിൽ നല്ല 2 ആൺകുട്ടികളാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനകത്ത് എക്സ്പീരിയൻസ് ഇല്ല. അപ്പം അവരോട് പറഞ്ഞു സാറിന് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഞങ്ങളിത് ടേക്ക് ഓവർ ചെയ്യുന്നത്. അങ്ങനെ 2006 ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇവിടുന്ന് കിട്ടിയ ലാഭം കൊണ്ടാണ് ബാക്കി എല്ലാ കമ്പനികളും ഉണ്ടായത്. ഇപ്പം നമ്മൾ ഇവിടുത്തെ UAE നമ്പർ 1 വോളിയം വൈസ്, പ്രൈസ് വൈസ്, ക്വാളിറ്റി വൈസ്, സർവീസ് വൈസ് നമ്പർ 1 ഇൻ ദ ഇൻഡസ്ട്രി. നോട്ട് ഓൺലി ഹിയർ, ഓൾ ഓവർ ദ വേൾഡ്. എവിടെയൊക്കെയാണോ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് അവിടെയൊക്കെ നല്ല പേരാണ്. 21 രാജ്യങ്ങളിലായിട്ട് നമ്മുടെ 21 രാജ്യങ്ങളും സപ്ലൈ ചെയ്യുന്നതാണ്. നമ്മുടെ ഓൺ ഫാക്ടറീസ് ഉള്ളത് UAE ഇപ്പം 4 സ്ഥലത്താണ് ഈ എക്സ്ക്ലൂഷൻ ഉള്ളത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അലുമിനിയം റോളിംഗ് മിൽ, കാസ്റ്റിംഗ് അലുമിനിയം, പിന്നെ ഈ ഇതുപോലെ ബിൽഡിങ്ങിലൊക്കെ കാണിക്കുന്ന ഈ ക്ലാഡിങ്ങിനുള്ള മെറ്റീരിയൽ, അലുമിനിയം ഷീറ്റ്, ഇത് നമ്മുടെ മാനുഫാക്ചർ ചെയ്യാൻ വേറൊരു കമ്പനിയുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടമാനം പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇത് വൺ ഓഫ് ദി ലാർജസ്റ്റ് ഗ്രൂപ്പ് ഇൻ ദ ഇൻഡസ്ട്രി. ഇപ്പോൾ നമ്മൾ മിഡിൽ ഈസ്റ്റ് ഏറ്റവും വലിയ എക്സ്ട്രൂഡറാണ്.
വോളിയം വൈസ് നമ്മൾ 10,000 ടൺ നമുക്ക് ടച്ച് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ട്. അത് ഈ വർഷം ടച്ച് ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചതാണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ സിറ്റുവേഷൻ ഒക്കെ വന്നത് വി ആർ മാക്സിമം റീച്ചിങ് അറൗണ്ട് 5,000 ടൺ ആൻഡ് ഒരു 1-2,000 ടൺസ് ഓഫ് ഷീറ്റ്. അങ്ങനെ ഒരു 7,000 ടണ്ണിലോട്ട് നമ്മളിപ്പോൾ എത്തിയിട്ടുണ്ട്. പക്ഷേ ഐ കുഡ് ഹാവ് ഈസിലി മാനേജ് ടു ഗെറ്റ് 10,000 ടൺസ് ഓഫ് ഓർഡർ. ഞാൻ യൂറോപ്പിൽ നിന്ന് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നു, US ഡെവലപ്പ് ചെയ്തുകൊണ്ട് വന്നു, കാനഡയിൽ കുറേ ബിസിനസ്സൊക്കെ നമ്മൾ ഡെവലപ്പ് ഒന്നും വർക്കൗട്ടായില്ല. അത് ഈ പ്രശ്നം കൊണ്ട് വർക്കൗട്ടായതാണ്. അത് ഓർഡർ കഴിഞ്ഞിട്ടില്ല, നമുക്ക് ഡെലിവറി ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ വന്നതാണ്. അത് കഴിഞ്ഞിട്ട് വി സ്റ്റാർട്ടഡ് എ ഫാക്ടറി ഇൻ ജോർദൻ ആൻഡ് വി സ്റ്റാർട്ടഡ് എ ഫാക്ടറി ഇൻ ഇന്ത്യ. അപ്പോൾ നൗ ഐ ആം പ്ലാനിങ് ടു ഹാവ് എ ഫാക്ടറി ഇൻ കുവൈറ്റ്. അപ്പം അതിൻ്റെ എല്ലാം പ്രിലിമിനറി ഡിസ്കഷൻ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ സിറ്റുവേഷൻ വന്നിട്ട് അത് കുറച്ച് സ്ലോ ഡൗൺ ചെയ്തിട്ടുണ്ട്. ഈ സിറ്റുവേഷൻ നോർമൽ ആയാൽ ഹോപ്പ് ബിഫോർ ഡിസംബർ ഐ വിൽ റീച്ച് എ ടാർഗറ്റ്. അതിനിങ്ങനെ പ്രാർത്ഥിച്ച് മുമ്പോട്ട് പോകുന്നു. ഇതാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ എക്സ്ട്രൂഷൻ ഇൻഡസ്ട്രിയിലെ അലുമിനിയവും ഞാനുമായിട്ടുള്ള ബന്ധത്തിൽ കൂടെ ഉണ്ടായ റിസൾട്ട്. ഓക്കെ.